വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ ആ യുദ്ധം അവസാനിച്ചു, വെടിനിർത്തൽ കരാറൊക്കെ എല്ലാം സെറ്റായി. ട്രംപ് ഗസ ഇനി വിട്ടുകൊടുക്കില്ല, ട്രംപിലോട്ട് ഇനി ആരും തിരിച്ചു വരണ്ട, ഇത് ഞാൻ എടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ട്രംപ് നമ്മുടെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് പറയുന്ന സിനിമയിൽ ജഗതി പറയുന്നത് പോലെ ആയിരക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അടിച്ചു വീഴ്ത്തി എന്റെ പ്രിയ ഖഡ്ഗമേ നിനക്ക് വിട എന്നൊക്കെ പറയുമ്പോഴാണ് ട്രംപ് അവിടെ കരാറിലൊക്കെ ഒപ്പിട്ട് തിരിച്ചു പോയത്. ഇപ്പൊ ട്രംപ് പറയുന്നത് ഹൂതികളെ കയറി അടിക്കൂ, ഇറാനിലെ ആണവ നിലയത്തിൽ ബോംബിടൂ എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇസ്രായേലിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. വളരെ ഗൗരവപരമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ബന്ദികളെ നിങ്ങൾ വിട്ടു തരില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ചയാണോ അത് ഈ വെള്ളിയാഴ്ചയാണോ, ഈ വെള്ളിയാഴ്ചക്കകം നമ്മൾ ഈ ശനിയാഴ്ചക്കകം ഞങ്ങളുടെ ബന്ദികളെ നിങ്ങൾ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം തുടങ്ങും എന്നാണ് പറഞ്ഞത്. അതായത് ഹമാസ് ഇസ്രായേൽ ആക്രമണം വീണ്ടും സജീവമായി തുടങ്ങാനായി പോകുകയാണ്. അടുപ്പുകൂട്ടി ചർച്ചക്കാർ വീണ്ടും നിലവിളിക്കാനായി പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തില് ഈ അടുപ്പുകൂട്ടി ചർച്ച ഞാൻ കണ്ടപ്പോഴേ അതിനകത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നത് യഥാർത്ഥത്തിൽ വിജയിച്ചത് ഹമാസ് ആണ്. ഇസ്രായേലിന് ഒരു ഗതിയും പരഗതി ഇല്ലാതെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വെടിനിർത്തിയിട്ട് പോയത്. എന്നിട്ട് അവർ പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഹമാസ് മോചിപ്പിക്കുന്ന ഈ ബന്ദികളെ നിങ്ങൾ കണ്ടോ? 2-3 സ്ത്രീകളെ മോചിപ്പിക്കുന്നുണ്ട്, അവർ പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്, അവർ പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അവർക്ക് ദേഹത്ത് ഒരു പരിക്ക് പോലുമില്ല. അവരുടെ അമ്മയായി കണ്ടുകൊണ്ടാണ്, സ്ത്രീ അബലയാണ് തബലയാണ് എന്ന് പറഞ്ഞ കണ്ടുകൊണ്ടാണ് ഹമാസ് അവരെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചയിലൊക്കെ പറയുന്നത്. എന്തായാലും വീണ്ടും ഇസ്രായേൽ ഹമാസ് സംഘർഷം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്താണ് തോന്നുന്നത്? ഈ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഇതിന്? ഇനി ഇത് വന്നാൽ തന്നെയും ഈ ലോക രാജ്യങ്ങൾ ഇതിനെ മൈൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? കാരണം കണ്ട് മടുത്തു ഈ ഫൈറ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള പലസ്തീനിലുള്ള ആൾക്കാരെല്ലാം നേരെ പലായനം ചെയ്ത് ഈജിപ്തിലോട്ടൊക്കെ പോകാൻ പോവുകയാണ്. ട്രംപ് പറയുന്നുണ്ട്, നിങ്ങൾ ഈജിപ്തിലോട്ട് അവരെ എടുത്തോളൂ, ഞങ്ങൾ കാശ് തരാന്നാണ് ട്രംപ് പറയുന്നത്. അതായത് കാരണം ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഈ നൈൽ നദി അതിന് ചുറ്റിപ്പറ്റിയാണ് ഈജിപ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ഈജിപ്തിന്റെ ഔട്ട്സ്കേർട്സ് എന്നൊക്കെ പറയുന്നത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ അവരെ ടെന്റൊക്കെ അടിച്ചുകൊണ്ട് കിടത്താനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവിടെ ഫലഭൂഷ്ടമാകാൻ ഞങ്ങൾ ഹെവി ആയിട്ട് കാശ് തരാമെന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ഇയാൾക്ക് ഈ ഗസയിലൊക്കെ കനാല് പണിയുക എന്നുള്ള ഒരു വലിയ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളുടെ ബന്ദികളെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അടി തുടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. എന്താ തോന്നുന്നത്? നമ്മള് രണ്ടും കൂടെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് വെടിനിർത്തലിനെ കുറിച്ചൊരു ചർച്ച നടത്തിയിരുന്നു. അത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എത്ര നാളത്തേക്കാണെന്ന് അറിയത്തില്ല, 1 മാസമാണോ 2 മാസമോ, എന്തായാലും ഇത് തീരില്ല, ഇത് ഉടനെ തുടങ്ങും. കാരണം ഇത് 2 കൂട്ടരും തീർക്കാൻ പോകുന്നില്ല എന്നാണ്. ഇപ്പൊ എന്തായാലും ധനുഷ് പറഞ്ഞ ഈ ബന്ദികളെ വിട്ടതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. അത് പറഞ്ഞല്ലോ, ഈ 3 സ്ത്രീകളെ വിട്ടയച്ചു, അവർ ചിരിച്ചോണ്ടാണ് വന്നത്. അതിനകത്തൊരു പെൺകുട്ടിയുടെ വിരലിന്റെ പടം വന്നിരുന്നു. ആ പെൺകുട്ടി ആ വിരലിനകത്ത് ബാൻഡേജ് ഇട്ടുണ്ടായിരുന്നു. ആ വിരല് വെടിവെപ്പിൽ തകർന്നതാണ്, ഈ ഹമാസുകാര് ഉപദ്രവിച്ച് തകർന്നതാണ്. അപ്പൊ അതൊരു കാര്യം. കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒരു പൗരനെ ബന്ദിയെ വിട്ടു കഴിഞ്ഞപ്പോ അയാളുടെ കോലം കണ്ടിട്ട് അവർ വീട്ടുകാർക്ക് മനസ്സിലാവും. അപ്പൊ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, അയാളുടെ രൂപം കണ്ടിട്ട് എനിക്കത് മനസ്സിലാകാൻ പോലും പറ്റില്ല, ഇത്ര ദയനീയം, ഇത്ര ക്രൂരമായിട്ടാണ് അയാളോട് പെരുമാറിയത്, ഇതിന് മാപ്പ് തരില്ല എന്ന് ട്രംപ് പറയുന്ന സാഹചര്യം. അപ്പൊ അവിടുന്ന് വന്ന് ബന്ദികളൊന്നും ചിരിച്ചും ഉന്മേഷവാന്മാരുമായിട്ടും അല്ല വന്നതെന്നുള്ളത് ഈ വാർത്തകൾ നമുക്ക് വ്യക്തമാവും. ഇനി ഇപ്പൊ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബന്ദികളെ ഈ ഇസ്രയേല് കരാർ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ബന്ദികളെ ഇപ്പൊ ഞങ്ങൾ വിടുന്നില്ല, തൽക്കാലത്തേക്ക് അത് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹമാസ് തങ്ങളുടെ ഈ അനുയായികൾക്ക്, തങ്ങളുടെ പ്രവർത്തകർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വെടിനിർത്തൽ വന്നതിന് തൊട്ട് പിന്നാലെ ഈ ഹമാസിന്റെ ഭീകരന്മാരെല്ലാം ഫോൺ ഓൺ ചെയ്യാൻ തുടങ്ങി, മൊബൈൽ ഫോൺ. അത് ഓഫ് ചെയ്തേക്കുന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഹമാസിന്റെ ഭാഗത്ത്. അപ്പൊ ആ നിർദ്ദേശം വന്നിരിക്കുന്നത് അഷക് അൽ ഔസത്ത് എന്ന് പറയുന്ന ലണ്ടൻ ആസ്ഥാനമായുള്ള ഹമാസ് കേന്ദ്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ബന്ദികളെ വിട്ടു തരില്ല എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ചക്കകം ഞങ്ങളുടെ ബന്ദികളെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ കയറി അടിക്കും, വലിയ ആക്രമണമായിരിക്കും. ഇതിനോടൊപ്പം ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് ഇതുവരെ കണ്ട ഒരു തിരിച്ചടി ആയിരിക്കില്ല. അത് പറയാൻ കാരണം ഇപ്രാവശ്യം ട്രംപും കൂടെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ ഞങ്ങൾ ഒരു നരകമാക്കും എന്നാണ് പറഞ്ഞത്. ഹമാസിനെ നരകമാക്കും എന്നല്ല പുള്ളി ഉദ്ദേശിച്ചത്. ഈ ധനുഷ് പറഞ്ഞ പുള്ളിക്ക് ഈ ഗസ കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ കനാല് വെട്ടണം, അതുവഴി പല കാര്യങ്ങളുണ്ട്. പുള്ളി പറയുന്ന അവിടെ ഉദ്യാനം ഉണ്ടാക്കണം, കസേരയിട്ടിരിക്കണം, കാറ്റ് കൊള്ളണം, ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്നൊക്കെ പറയുന്നത് അത് വേറൊരു വശം. അത് ഈ കനാലിന്റെ സൈഡിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കനാല് പോവുകയും കനാലിന്റെ സൈഡിൽ സൗന്ദര്യവൽക്കരണം, ടൂറിസത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ ഒരു നരകമാക്കും, ചുട്ടു ചാമ്പലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപും കൂടി ഈ പറയപ്പെടുന്നതിനും ഇസ്രയേലിന്റെ ഒരു ആവേശം ഇരട്ടിക്കുകയാണ്.
എന്തായാലും ഓക്കെ. അവരുമാർ അടിക്കാനിരിക്കുന്നു. അപ്പോഴാണ് അമേരിക്ക പറയുന്നത് നിങ്ങൾ അടി തുടങ്ങിക്കോ, എന്തായാലും ഞങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. ഒപ്പം തന്നെ ട്രംപ് പറയുന്നു ഇറാനെ ഞങ്ങൾ കൂട്ടും. അതായത് ഇനി ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടം വലം നോക്കാതെ ഇസ്രായേലിന് അടിക്കാൻ കഴിയും. എല്ലാവിധ ബൈഡനെ പോലെയല്ല ട്രംപ് ഇപ്പോൾ ഇതുവരെ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം അദ്ദേഹം പറയുന്നത്, കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഗസ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അദ്ദേഹത്തിനോട് വാണിജ്യ താല്പര്യമുണ്ട്. അതുവഴിയുള്ള ഈ ഒരു റൂട്ട് ക്ലിയർ ചെയ്തെടുക്കണം. അത് അദ്ദേഹം എടുക്കുക തന്നെ ചെയ്യും. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പൊ വേറൊരു ടീം കൂടെ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഹൂത്തിയുടെ നേതാവ് അബ്ദുൾ മലിക് അൽ ഹൂത്തി, അദ്ദേഹം യമനിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂത്തി നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ അപ്പോൾ ഞങ്ങൾ ഇസ്രായേലുമായി യുദ്ധം. അതായത് ഇനി നടക്കാൻ പോകുന്ന വാർ ഇതുവരെ നമ്മുടെ പിക്ചറിൽ ഇല്ലായിരുന്ന ഒരു രാജ്യം ഇതിലേക്ക് വരുന്നു. രണ്ട് രാജ്യങ്ങൾ വരുന്നു. ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് യമനാണ്. യമനിൽ ഇതുവരെ ഈ യുദ്ധത്തിൽ വലുതായിട്ട് ആരും കൈവച്ചിട്ടില്ല. സിറിയയുടെ ഒരു അറ്റാക്ക് നടന്നിരുന്നു, ലെബനനിൽ നടന്നിരുന്നു, പലസ്തീനിൽ നടന്നിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത് പോയില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇറാനിലേക്ക് കയറി ഒരു ഷോർട്ട് അടി നടന്നിരുന്നു, ഇറാഖിലേക്ക് കയറി നടന്നിരുന്നു. യമനിൽ അവിടെ ഇവിടെയൊക്കെ ചില മിസൈലുകൾ അമേരിക്ക വിട്ടതൊഴിച്ചാൽ യമനിലേക്ക് പൂർണ്ണമായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഏതായാലും അവർ ഹിസ്ബുള്ളെ ഒതുക്കിക്കൊണ്ട് തെക്കൻ ലെബനൻ ഏകദേശം അവരുടെ കീഴിലാക്കി ഇസ്രായേൽ. ഗസയും ഏതാണ്ട് 90% അവരുടെ കീഴിലേക്കാക്കി. ഇനി അവശേഷിക്കുന്ന സിറിയയുടെ കുറെ ഗോലൻ കുന്നുകൾ അടക്കമുള്ള പ്രദേശവും ആ സിറിയയിൽ ഇപ്പൊ ഭരണമാറ്റം വന്നപ്പോ അവര് അത്രയും കൂടെ ക്യാപ്ചർ ചെയ്തെടുത്തു. സിറിയയുടെ അവർക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ അവരെടുത്തു. ഇത്രയും ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇനി അവർ കൈവെക്കാൻ പോകുന്ന മേഖല യമനായിരുന്നു. യമനിലെ തീർക്കും. അപ്പോ ആ ഒരു അറ്റാക്കാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇത് അമേരിക്ക ഡയറക്റ്റ് പങ്കെടുക്കുന്നു. അമേരിക്ക പങ്കെടുക്കുമ്പോൾ അവർ സഖ്യകക്ഷികളായ ഈ ചെങ്കടലിലടക്കം നങ്കൂരം ഇട്ടിരിക്കുന്ന വാർഷിപ്പുകളുണ്ട്, UK-യുടെയും ഫ്രാൻസിന്റെയും ഒക്കെ. അവരിതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലേക്ക് ഒരു വാർ വരുമ്പോൾ ഇറാൻ അടക്കമുള്ളവർക്കിലേക്കും ചില മിസൈലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ അടിയിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഗസയിൽ അങ്ങനെ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അറബ് കൺട്രീസ് പറഞ്ഞു കഴിഞ്ഞു അത് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പൊ ഗസയിൽ ഒഴിപ്പിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഇപ്പോൾ തന്നെ ഒരു മരിപ്പറമ്പ് പോലെയാണ്, ഒരു യുദ്ധഭൂമി പോലെയാണ് തകർന്നു കിടക്കുന്ന ഒരു ഗസയാണ്. ഇനി അവിടെ ഒരു വലിയ ആക്രമണം കൂടെ അവർക്ക് താങ്ങാൻ കഴിയുമോ എന്നറിയില്ല. ട്രംപ് പറഞ്ഞ കണക്ക് അവർക്ക് പലായനം ചെയ്യാൻ പോലും സമയം കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവരെ പലായനം ചെയ്ത് പല രാജ്യത്ത് അഭയാർത്ഥികളാക്കുക എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം ഇനി ഒരു യുദ്ധം അവർ താങ്ങില്ല. കാരണം വലിയൊരു പവറിലേക്ക് ഒരു യുദ്ധം. കാരണം ഹമാസിനെ സംബന്ധിച്ച് തിരിച്ചടിക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവരൊന്ന് വീണ്ടും ഒന്ന് ഇതാ പറയുന്നത്, അവരൊന്ന് ബിൽഡപ്പായി വരണമെങ്കിൽ ടൈം എടുക്കും അവർക്ക്. അതുപോലെ ഹിസ്ബുള്ള അവരുടെ അനക്കമൊന്നും കേൾക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഹിസ്ബുള്ള നേതാക്കന്മാരുടെ കവറടക്കം നിന്നത്. അത് പണ്ട് ഇസ്രായേൽ കൊന്നവരാ. കാരണം ഈ യുദ്ധവും കെടുതികളും കൊണ്ട് ആ ബോഡി പോലും അവർക്ക് സംസ്കരിക്കാൻ കഴിയാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ വെടിനിർത്തൽ വന്നതിന് ശേഷമാണ് അവരത് ആചാരപരമായി സംസ്കരിച്ചത്. അപ്പൊ ഇനി അവരും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ ഒരു വാർ ആയിരിക്കണം ഇനി ഒരുപക്ഷെ വരാൻ സാധ്യത. ഏതായാലും ശനിയാഴ്ച ഈ ബന്ദികളുടെ കേസിൽ ഇസ്രായേൽ അടിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. യാതൊരു ദാക്ഷിണ്യവുമില്ല. ആ ഇസ്രായേൽ അടിക്കുന്ന കൂട്ടത്തിൽ ഇനി അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടോ എന്നുള്ളതും അമേരിക്ക എന്ത് ചെയ്യുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനു മുമ്പ് ഹമാസ് ബന്ദികളെ വിട്ടു കൊടുക്കില്ലേ? ഉറപ്പാണോ? അടി വാങ്ങിക്കാനായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. അല്ല, അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവര് പുറത്ത് പ്രസ്താവന നടത്തി കഴിഞ്ഞല്ലോ. അവര് പറഞ്ഞു ഇസ്രായേല് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബന്ദികളെ വിട്ടുതരില്ലെന്നല്ല അവർ പറഞ്ഞത്. ഞങ്ങൾ തൽക്കാലികമായി വിട്ടുകൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബന്ദികളുടെ എണ്ണമൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഇത്ര ബന്ദികൾ ആരുടെ കയ്യിലുണ്ടെന്ന് ഈ ഹമാസിന് വലിയ പിടുത്തമൊന്നുമില്ല. കാരണം ബന്ദികളെ തട്ടിക്കൊണ്ടുപോയത് ഈ ഒരു യൂണിറ്റി ആയിട്ട് തട്ടിക്കൊണ്ടുപോയതല്ല. ഇതിനകത്ത് പല ഭീകരന്മാരും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എത്ര പേര് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അത് വ്യക്തമായ കണക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഈ വിട്ടു തരില്ല എന്ന് അവർ പറയുകയും അതിന് തൊട്ടു പിന്നാലെ അവരവരുടെ ഭടന്മാർക്ക് ഇല്ലെങ്കിൽ അവരുടെ എന്താണ് സോൾജേഴ്സിന് ഇല്ലെങ്കിൽ അവരുടെ ആ ആൾക്കാർക്ക് സൈനികർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഹമാസ്, നിങ്ങളെല്ലാം ഫോൺ ഓഫ് ചെയ്ത് വിട്ടോളാൻ പറഞ്ഞു. കാരണം ഫോൺ ഓൺ ആയി കഴിഞ്ഞാൽ IDF നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പൊ അവർ ഒരു 10,000-2,000 പേര് അടുത്ത് ഇസ്രായേലിൽ നിന്ന് ഇപ്പം പാലസ്തീനിലേക്ക് വിട്ടിട്ടുണ്ട്. ജയിലിൽ കിടന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. ആദ്യഘട്ടത്തിൽ 1000 പേരെയാണ് അവർ വിട്ടത്. അപ്പം അവരെല്ലാം കൂടി ഇപ്പൊ തീർത്ത് കളയുമായിരിക്കും. എന്താണെന്ന് അറിയില്ല ഈ സാധനം. കാരണം ഇതിനിപ്പോ നടക്കാൻ പോകുന്ന സർവ്വം ഇത് അധികം നാളൊന്നും നീളത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം കൊണ്ട് ഈ അടി തീരും. ഈ ശനിയാഴ്ച ഇവർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിടെ ഒന്ന് നശിപ്പിക്കാനൊന്നും വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകും. കാരണം ഇതിനകത്ത് ഇനി ഇറാന്റെ സ്റ്റാൻഡാണ് അറിയേണ്ടത് ഒന്നും. പിന്നെ ഇനി മറ്റു ലോകരാജ്യങ്ങൾ എങ്ങനെ ഇടപെടുമെന്നുള്ള കാര്യം അറിയണം. അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. പക്ഷെ അതിന്റെ ഈ ട്രംപ് എനിക്ക് ഇന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗാസ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ല. ഒരു ആവേശത്തിന് അദ്ദേഹം പറഞ്ഞതല്ലത്.
അദ്ദേഹം പറഞ്ഞ ഇപ്പോഴും മിക്ക മീഡിയയുടെ ഹെഡിങ് തന്നെ അതാണ്. ഗാസ പിടിച്ചെടുത്തിരിക്കും, അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ തന്നെ സഖ്യകക്ഷിയാണ് ഈജിപ്റ്റ് ഒക്കെ. അപ്പോൾ വലിയ ഫണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. തുർക്കി നാറ്റോയുടെ ഭാഗമാണ്. തുർക്കിക്കൊക്കെ വലിയ ഫണ്ട് ഒഴുകിക്കൊണ്ട് ഇവരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. ഇന്നിപ്പം ജോർദാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 2000 രോഗികളായിട്ടുള്ള അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിച്ചോളാം, 2000 പേര്. അപ്പം ഇനി എത്ര പേരുണ്ട് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ്. അതായത് ഫുള്ള് ഗസയെ നാമാവശേഷമാക്കി തച്ചുടച്ച് തീർക്കുക, അതിനുശേഷം ഇസ്രയേലിലേക്ക് അത് ക്യാപ്ചർ ചെയ്യുക, അതുവഴി റൂട്ട് തുറക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് തന്നെയാണ് സംഭവം. ഇതാണ്, ഇനി അത് നീണ്ടുപോയില്ല, അതിനുള്ള ലക്ഷ്യമാണ് അവർ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ചില വിട്ടുവീഴ്ചകളും ചർച്ചകളും നടത്തി ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടയക്കാമായിരുന്നു. ഈ രണ്ട് പക്ഷവും ഇങ്ങനെ മുറുകി, രണ്ട് പക്ഷം വെച്ചാൽ ഹമാസിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞു ഇവർ കരാർ ലംഘിച്ചു കഴിഞ്ഞു. ഈ കരാർ ലംഘിച്ചോ ഇല്ലയെന്ന് അറിയില്ല. കരാർ ലംഘനം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ സേന പതുക്കെ പിന്മാറണമെന്നായിരുന്നു കരാറിന്റെ ഒരു വ്യവസ്ഥ. അത് പിന്മാറാത്തതായിരിക്കും ഈ കരാർ ലംഘനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഇതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ വെടിവെപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട്. IDF ഹമാസിന്റെ ചിലരെ വെടിവെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ അത് കരാർ ലംഘിക്കുകയാണല്ലോ. ഒരു വെടി പൊട്ടിയാലും കരാർ ലംഘനം തന്നെയാണ്. അതാണ് ഹമാസ് പറയുന്നത്. ഏതായാലും ഒരുപക്ഷെ കരുതിക്കുട്ടി ചെയ്തതാകാം, അല്ലായിരിക്കാം. ഏതായാലും ഇതിപ്പോ നടക്കാൻ പോകുന്നത് ഫൈനലാണ്, ക്ലൈമാക്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് തീർന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് വലിയ അടി തന്നെയാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതുപോലെ മാസങ്ങളോളം നീളാനുള്ള സാഹചര്യവുമില്ല. താങ്ക് യു വിജയ്, താങ്ക് യു സോ മച്ച്.